ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ പോലെ തന്നെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയാലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെയിനായിട്ട് വാങ്ങിക്കാൻ പോയത് ലൈറ്റായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് വേണമായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഫർണിച്ചർ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആ കാഴ്ചകളൊക്കെ കണ്ടാലോ. ആദ്യം നമുക്ക് ലൈറ്റ് വാങ്ങിക്കാൻ പോകാവേ. നമ്മൾ 2 വീട്ടിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ ഹോം ടൂർ വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഈ ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ. അപ്പോൾ ലൈറ്റ് കണ്ടതിൻ്റെ സന്തോഷമാണ് ചേട്ടന്. അങ്ങനെ നമ്മൾ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി. ഒരുപാട് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻസ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിടയ്ക്ക് നമ്മൾ ചേച്ചിയെ വിളിച്ചൊക്കെ കാണിച്ചു. ചേച്ചിയുടെ ആദ്യം സെറ്റാക്കിയിട്ട് നമ്മുടെ നോക്കാമെന്ന് കരുതി. നമുക്ക് കുറച്ച് ലൈറ്റ് മതിയായിരുന്നു. ചേച്ചിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് സ്റ്റാഫ് ചേച്ചി നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അവിടെ അത്യാവശ്യം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ലൈറ്റൊന്നും സെലക്ട് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട പോലെ തന്നെ എല്ലാം കിട്ടിയെന്നാണ് പറഞ്ഞത് അവിടുന്ന്. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ലൈറ്റ്സ് നോക്കാനുണ്ടായിരുന്നു. അതും നമ്മൾ ഏകദേശം നോക്കി ഫിക്സ് ചെയ്തു. നമ്മുടെ ഒരു തീമൊക്കെ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തു, അത് വാങ്ങിച്ചു. നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റൊന്നും നോക്കിയില്ല. ഈ ലൈറ്റ്സൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ഇതിനങ്ങനെ വലിയ യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടാൽ കുറച്ച് ഭംഗിയുള്ള അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ലൈറ്റ്സാണ് നോക്കിയത്. നമ്മൾ ആദ്യം കരുതിയത് ഓൺലൈനായിട്ട് വാങ്ങിക്കാമെന്നായിരുന്നു. പിന്നെ വിചാരിച്ചു ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ തീരുമാനിച്ചു. നമ്മളാകെ ഈ ഒരു ഷോപ്പിൽ മാത്രമേ ലൈറ്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. മാത്രമല്ല ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ലൈറ്റ് എടുക്കാൻ പോയ വിശേഷം. ഫർണിച്ചർ നോക്കാൻ പോയാലോ. ഫർണിച്ചർ നോക്കാൻ നമ്മൾ പോയത് RP Mart എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഇത് അമ്പലപ്പുഴയിൽ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് പ്രമാണിച്ച് ഇവിടെ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിരുന്നു. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. 2 വീടിൻ്റെ പണി ഏകദേശം ഒരേ സമയത്താണ് തീർന്നത്. അപ്പം ഒരുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി. ഇത് നമ്മൾ 2 വീട്ടിലേക്കായിട്ട് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർഡ്രോബ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. പിന്നൊരു ഫുൾ റൂം സെറ്റാണിത്. ഇതിനൊന്നും റേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു ഇവിടെ. നമ്മൾ അന്ന് മെയിനായിട്ട് പോയത് അവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട സാധനത്തിൻ്റെ എല്ലാം കൂടി ചേർത്തൊരു എസ്റ്റിമേറ്റ് എടുക്കാൻ കൂടിയാണ് നമ്മൾ അന്ന് പോയത്. ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനുള്ള സ്പേസ് നമുക്കില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ്. മെയിനായിട്ട് നമുക്കൊരു സോഫ സെറ്റ് വേണം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോഫ സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സോഫ സെറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ കളറൊക്കെ കസ്റ്റമൈസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കളർ മാറ്റണോ വേണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ്. അത്യാവശ്യം ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള 4 സീറ്റർ ഡൈനിങ് ടേബിൾ സെറ്റാണ്. ഇത് കണ്ടോ. നമുക്ക് ഇതിൻ്റെ സീറ്റ് നമുക്ക് വേണമെങ്കിൽ ഊരി കഴുകിയൊക്കെ വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ്. നമുക്ക് അത്യാവശ്യം അവിടുത്തെ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഓഫ് സോഫ സെറ്റിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാത്തിനും വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ അവരുടെ ഗോഡൗണിലെ കളക്ഷൻസും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഫോട്ടോസൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുഞ്ഞിപ്പെണ്ണ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണെ കണ്ടാലോ.
അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഫർണിച്ചർ നോക്കാൻ പോയ വീഡിയോ. ഇനിയും വേറെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Goodbye.